In this lecture series, we are discussing about instruction set of 8085, and here we are discussing the logical instructions of 8085. Okay, here I am giving a brief description about what you mean by a logical instruction. Actually, the logical instructions means those are the instructions or which are used for the logical operation. For example, or, and, then complement, like that, logical operations. To perform logical operations in 8085, we are using logical instruction. Okay. And there are a lot of logical instructions are there. So we are going to each of them. And the first logical instruction is, okay, the first logical instructions is, I'm explaining it as compare. Okay, first logical instruction is compare. This is actually compare. This is actually using for comparing two data. Okay, for example, I need to compare 8 and 5. Then I need to use an instruction called compare. Okay, this will compare between two data. Okay, this will compare between two data. Okay, here the data we need to give on two registers or a memory. Okay, for in previous videos we will be discuss about arithmetical instruction and all. In that case, I specified that for an ALU, for an addition or subtraction, for ALU operations, one data should be in accumulator and the other should be in any register or memory. Okay, so same we need to follow in this instruction also. That means I am explaining in detail. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്ക് 8ഉം 5ഉം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഒരു ഡാറ്റ ഓർത്തുക, ഒരു ഡാറ്റ അക്യുമുലേറ്ററിലും അടുത്ത ഡാറ്റ ഏതെങ്കിലും രജിസ്റ്ററിലും ആയിരിക്കണം. ഓക്കെ, രജിസ്റ്റർ ഇൻ ദ സെൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ബി, ഓക്കെ, ബി ഓർ എം ഓർ ഇ, ലൈക്ക് ദാറ്റ്, ഇനി വേണേലാകാം. ഓക്കെ, എന്ത് വേണമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു രജിസ്റ്ററിലോ അല്ലെങ്കിൽ മെമ്മറിയിലോ ആയിരിക്കണം ഒരു ഡാറ്റ. ഒരു ഡാറ്റ എവിടെയായിരിക്കണം? അക്യുമുലേറ്ററിലായിരിക്കണം ഫോർ ALU ഓപ്പറേഷൻ നടത്തും, ലോജിക്കൽ ഓപ്പറേഷൻ നടത്തും. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് കമ്പയർ. കമ്പയർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു രണ്ട് ഡാറ്റകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഓർക്കുക, അതിന് പറയുന്ന കാര്യം ഇങ്ങനെ ഓർത്ത് വെക്കുക. ഫോർ കമ്പയറിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡാറ്റ എവിടെയാണ്? എൻ്റെ അക്യുമുലേറ്ററിലാണ്. മറ്റേ ഡാറ്റ എവിടെയാണ്? രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിലാണ്. ഓക്കെ, ഇനി പറയാൻ നോക്കുക, നമുക്ക് 3 കേസാണ് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, എൻ്റെ എ ആണ്. ഓക്കെ, എയിൽ 8 ആണ്. സോ എൻ്റെ വാല്യൂ ഈസ് 8. നോക്കിക്കൊള്ളുക, 8. ആൻഡ് എൻ്റെ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിൽ ഐ ആം സ്റ്റോറിങ് മൈ വാല്യൂ 5. സോ നോക്കിയേ, 5 ഈസ് ഗ്രേറ്റർ ദാൻ 8 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. 5 ഈസ് 8 ഗ്രേറ്റർ ദാൻ ആണോ? അല്ല. സോ നോക്കിയേ, ഇഫ് എയിലെ കണ്ടന്റ് ലെസ്സും നെക്സ്റ്റ് മെമ്മറിയിലെ കണ്ടന്റ് ഗ്രേറ്ററും ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്തായി? സെറ്റായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇപ്പം നമ്മൾ എന്താണ് 5ഉം 8ഉം കൂടെ കമ്പയർ ചെയ്യപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എനിക്കറിയാം എയിലെ കണ്ടന്റ് ആണ് ഗ്രേറ്റർ. അപ്പോൾ എനിക്ക് എന്തായി? ക്യാരി ഫ്ലാഗ് എന്തായി? സെറ്റ് ആവത്തില്ല. കാര്യം ഇപ്പം +8 എന്ന് പറയുന്ന 5നേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5 - 8 -3 ആണ്. ഓക്കെ അല്ലേ? അപ്പം അത് നോക്കിയാൽ അപ്പം എന്താണ്? രണ്ടും വാല്യൂ നോക്കിയാൽ. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇഫ് ദ കണ്ടന്റ് ഓഫ് എ ഈസ് ലെസ് ആൻഡ് ദി കണ്ടന്റ് ഓഫ് മെമ്മറി ഓർ അതർ രജിസ്റ്റർ ഈസ് ഗ്രേറ്റർ, then carry flag will be set. Depending upon this carry flag എന്താണെന്ന് ഞാൻ നേരത്തെ ഒരു എന്താണ് പറയുന്നത്, ഫ്ലാഗ് വരച്ച് പറഞ്ഞു. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ക്യാരി ഫ്ലാഗ് നമുക്ക് പറയാൻ പറ്റും, ഈ ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, സെറ്റ് മീൻസ് ദ വാല്യൂ ഈസ് 1. അപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് പറയാം the content of a register is less and the other register content is more എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് എയിലെ കണ്ടന്റ് വലുതാണ്. ഓക്കെ, അതാണ് ഒരു കേസ്. ഇനി സെക്കൻഡ് കേസ് പറയുന്ന എയിലെ കണ്ടന്റ് ഓർക്കുക, എയിലെ ദ കണ്ടന്റ് ഓഫ് എ ആൻഡ് ദ കണ്ടന്റ് ഓഫ് അതർ രജിസ്റ്റർ ആർ 0 എന്ന് വെച്ചാൽ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് 8 in A I am using 5 in A. Okay, 5 in A and 5 in other register. Okay, 5 minus 5 that is 0. സോ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അക്യുമുലേറ്ററിൽ എ മൈനസ് ബി എടുക്കുമ്പോൾ റിസൾട്ട് 0. ഇതെല്ലാം നോക്കുക, ഇതെല്ലാം റിസൾട്ടിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ റിസൾട്ട് ഈസ് 0. ഇപ്പോൾ നേരത്തെ കേസ് പറഞ്ഞാൽ റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് ഈസ് 0 ആണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു അവർ എന്താണ് ഫ്ലാഗ് രജിസ്റ്റർ അല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിലെ 0 ഫ്ലാഗ് എന്താവും, റിസൾട്ട് 0 ആണെങ്കിൽ സെറ്റ് ആവും. സോ വെൻ the flag register when the flag registers 0 flag is set ആണെങ്കിൽ we can say that A and other register എന്താണ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. the content of A equal to content of other register എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എവിടെ നോക്കും, 0 ഫ്ലാഗ് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റിസൾട്ട് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ അതർ രജിസ്റ്റർ കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതർ രജിസ്റ്റർ കണ്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗ് നോക്കിക്കൊള്ളുക. നേരത്തെ കേസിൽ എന്താണ് എ ചെറുതും അതർ രജിസ്റ്റർ വലുതുമാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റായി. ഈ കേസ് നോക്കിയാൽ എ വലുതാണ്. അപ്പോൾ സോ എന്താണ് ക്യാരി ഫ്ലാഗ് ആൻഡ് 0 ഫ്ലാഗ് ആർ റീസെറ്റ്. ഓക്കെ, ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും എന്തായിട്ട് മാറും, റീസെറ്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് വാല്യൂ വിൽ ബി 0 ആയിരിക്കും. Okay, if the carry flag and 0 flag value is 0, that means the content of A is greater and the other register or memory value will be low. ഇനി ഞാൻ പറയാം, ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക, ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ദിസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് ഓർത്ത് നോക്കുക, ദിസ് രജിസ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്ററാണ്. ഈ മെമ്മറി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിന് വെളിയിലുള്ള മെമ്മറിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിനകത്ത് ഇതാണ് 8085 എന്ന് വിചാരിക്കുക. ഇതിനകത്ത് വരുന്നതിനെല്ലാം രജിസ്റ്റർ എന്ന് പറയും. ഇതിന് പുറത്ത് വരുന്ന എക്സ്റ്റേണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെമ്മറി, ഈ മെമ്മറിക്കെല്ലാം ഇതിനൊരു അഡ്രസ്സ്, മെമ്മറിയിൽ അടുത്ത സ്ലോട്ടിനൊരു അഡ്രസ്സ്, ഇങ്ങനെ ഓരോ സ്ലോട്ടിനും അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ദിസ് വിൽ ബി സ്റ്റോർഡ് ഇൻ HL രജിസ്റ്റർ. ഓക്കെ, HL പെയർ രജിസ്റ്റർ. HL എവിടെയാണ്, 8085നകത്താണ് HL വരുന്നത്. ഓക്കെ, അപ്പം HL പെയറിലാണ് എന്ത് മെമ്മറിയുടെ അഡ്രസ്സ് വരുന്നത്. സോ വി ക്യാൻ റെപ്രസെന്റ് വെൻ M കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ദി അഡ്രസ് ഈസ് ഇൻ HL പെയർ. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓർക്കാം കമ്പയർ. CMP എന്ന് പറഞ്ഞാൽ കമ്പയർ ആണ്, രണ്ട് വാല്യൂകൾ കമ്പയർ ചെയ്യാൻ. ഇവിടെ ഓർക്കുക, ഇവിടെ ചെയ്യേണ്ടത് ഒരു കാര്യം, വെൻ വി ആർ യൂസിങ് ഇൻസ്ട്രക്ഷൻ കമ്പയർ, ദാറ്റ് മീൻസ് we can use this instruction comparing with 2 registers only. ഇവിടെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 8ഉം 5ഉം എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ ഈ 8ഉം 5ഉം എനിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എവിടെ കൊടുക്കാൻ പറ്റും, രണ്ട് രജിസ്റ്ററുകളിലേക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് 8 വേണമെങ്കിൽ എയിൽ കൊടുക്കാം, 5 എന്ന് പറയുന്നത് എനിക്ക് അതർ രജിസ്റ്ററിൽ വേണം കൊടുക്കാം, അതർ ബിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനിലോ വേണം കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനിയും പഠിക്കാനുള്ളത്, അപ്പോൾ കമ്പയർ ഓർത്തുക. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് CPI, ദറ്റ് ഈസ് കമ്പയർ ഇമ്മീഡിയറ്റ്. ഇമ്മീഡിയറ്റ് I എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ I എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വൺ കണ്ടന്റ് ഈസ് ഇൻ അക്യുമുലേറ്റർ, അതർ കണ്ടന്റ് നിങ്ങൾ എവിടെ കൊടുക്കുന്നത്, ആ ഇൻസ്ട്രക്ഷൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞെങ്കിൽ എനിക്ക് 8ഉം 5ഉം ആണെങ്കിൽ ഒരു കണ്ടന്റ് ഞാൻ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യണം, അനദർ കണ്ടന്റ് എനിക്കിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് 05 ഇവിടെ H എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെ കൊടുക്കാം, CPI 05H എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 05 എന്ന് പറയുന്ന വൺ കണ്ടന്റ് എൻ്റെ എന്താണ്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെയും ഒരു കണ്ടന്റ് എവിടെയാണ്, അക്യുമുലേറ്ററിലും ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇത് പറയുന്നത് ഇങ്ങനെയാണ്, കമ്പയർ ഇമ്മീഡിയറ്റ് വിത്ത് അക്യുമുലേറ്റർ. ഓക്കെ, അക്യുമുലേറ്ററുമായിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് കൊടുക്കുന്ന വാല്യൂ അല്ലെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ കൊടുക്കുന്ന വാല്യൂവുമായി കമ്പയർ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം 8 ബിറ്റ് ആണ് കേട്ടോ. ഇനി അതും ഓക്കെ. ഇനി ഇത് ചെയ്യുമ്പോൾ നേരത്തെ ഓർക്കുക,
നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്, നമുക്ക് ഇവിടെ പറഞ്ഞ കേസിലൊന്നും മാറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറിയുടെ സ്ഥാനത്ത് നമ്മൾ ഡാറ്റ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഡാറ്റ ആണ് എന്ന് മാത്രം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് earlier case we are giving a register, in this case we are giving data. Okay, so നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ, if the content of A is less than the data, കൊടുത്ത ഡാറ്റ is 05, so same തന്നെ നേരത്തെ പറഞ്ഞ carry flag will be set. If the content of A and data both are same, that means one content is in accumulator, it is 8 equal to immediate data, it is 05, so it is always what happen. Okay, 8 equal to immediate data is 05. Okay, 8 immediate data is your 05. So it will be looking the data എന്താണ് ചെറുതാണ്, accumulator content വലുതാണ്, so carry flag will be എന്താണ് റീസെറ്റ് ആവും. നോക്കിയേ, എയിലെ കണ്ടന്റ് ഓഫ് എ എന്ന് പറയുന്ന വലുതും കണ്ടന്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന 05. സോ എന്തായി, ക്യാരി ഫ്ലാഗും അതുപോലെ എന്ത് നോക്കും, 0 ഫ്ലാഗും റീസെറ്റ് ആവും. ഇനി ഇത് രണ്ട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക, 08ഉം 08 ആണെങ്കിൽ ദിസ് ഈസ് ബോത്ത് ആർ ഈക്വൽ. സോ എന്ത് വരും, നമുക്കറിയാം എ മൈനസ് ബി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്യുമുലേറ്ററിലെ റിസൾട്ട് 0 ആകുകയാണ്, ALU ഓപ്പറേഷൻ കഴിയുമ്പോൾ റിസൾട്ട് 0 ആകുകയാണെങ്കിൽ എന്താകും, 0 ഫ്ലാഗ് സെറ്റ് ആകും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു, ഒരു ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് 0 ഫ്ലാഗ് സെറ്റായി. അപ്പോൾ സെയിം അതേ കേസ് തന്നെ, ഡാറ്റയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യും. ഇവിടെ പക്ഷേ ഡയറക്റ്റ് ഡാറ്റയാണ് കൊടുക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, ഹിയർ വി ആർ ഗിവിംഗ് ദ ഡാറ്റ ഇമ്മീഡിയറ്റ്ലി വിത്ത് അവർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ CPI and CMP. Okay, in CMP we are using registers or memory, but in CPI, that is compare immediate, we are giving data. ഇവിടെ നോക്കുക 89 ആണ് നമ്മുടെ ഡാറ്റ. ഓക്കെ, then next one is for finding logical AND operation, we are using an instruction called ANA. Okay, for finding logical AND we are using ANA. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്ത് നോക്കുക, ഇവിടെ നമ്മൾ നോക്കുക ANA ആണ് വി ആർ യൂസിങ്. നമ്മൾ പറഞ്ഞ വ്യത്യാസം ഓർത്തിരിക്കുക, ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ ANA ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ വിത്ത് ദിസ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് ആവും. ഓർക്കുക, ഇറ്റ് ഈസ് B എന്ന് പറയുന്നത് രജിസ്റ്റർ ആണ്, M എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്മറിയാണ്. ഓക്കെ, ഇനി അത് ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്, നേരത്തെ ഞാൻ പല വീഡിയോകളിലും അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ്. So that is, if ANA we are using the instruction ANA, that means we are using logical AND operation. Okay, logical AND. So what is happening here is the first content will be in accumulator. Okay, always I am saying that one content should be in accumulator. We need to perform a logical operation, we require two data. Okay, two data. So first data or second data, any data, one data should be in accumulator. Okay, that is must. And the another will be in any register or any memory. Okay, so the second data or any one data should be in accumulator and another will be in register or memory if we are using ANA, that is logical AND. ഇനി ഇവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും പറയാം. വൺസ് നിങ്ങൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ രജിസ്റ്ററോ അല്ലെങ്കിൽ മെമ്മറി ആയിക്കോട്ടെ, ഇത് തമ്മിലുള്ള എന്ത് ചെയ്യും, ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇനി ഇഫ് ദി എന്താണ് മെമ്മറി അഡ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ യൂസിങ് മെമ്മറി അഡ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ M ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, HL രജിസ്റ്ററിൽ നിന്നാണ് ആ അഡ്രസ്സ് എടുക്കുന്നത്. ഓക്കെ, ഇനി അതവിടെ നിന്നോട്ടെ. ഇനി നമ്മുടെ റിസൾട്ട് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫ്ലാഗ് രജിസ്റ്ററുകൾ ബേസ് ചെയ്താണ്. ഓക്കെ, ബേസ്ഡ് ഓൺ അവർ ഫ്ലാഗ് രജിസ്റ്റർ അവർ റിസൾട്ട് ഈസ് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ എന്താണ്, സൈൻ ബിറ്റ് ഫോർ റെപ്രസെൻറ്റിങ് എന്താണ് സൈനും, ദെൻ 0 ഫ്ലാഗ് ഫോർ റെപ്രസെൻറ്റിങ് 0 ആൻഡ് പാരിറ്റി ഫോർ പാരിറ്റി. ദെൻ
ഇനി മേജർ ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ബേസ്ഡ് ഓൺ ഈ ഫ്ലാഗിനെ ബേസ് ചെയ്താണ് നമ്മുടെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ നമ്മുടെ ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈസ് റീസെറ്റ്. ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആകും. ദെൻ ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത് എന്താവും? സെറ്റ് ആവും. ഓക്കെ, ഇനി ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ ലോജിക്കൽ ഓപ്പറേഷൻ 0-1 ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത് A.B അല്ലെങ്കിൽ എന്താണ് ലോജിക്കൽ ആൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ്? ദ കണ്ടന്റ് ഓഫ് എ ഈസ് ലോജിക്കലി ആൻഡ് വിത്ത് കണ്ടന്റ് ഓഫ് ബി ഓർ കണ്ടന്റ് ഓഫ് എനി മെമ്മറി ഓർ കണ്ടന്റ് ഓഫ് എനി അതർ രജിസ്റ്റർ. ഓക്കെ, അപ്പം അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കുക, ഇത് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഒരു കണ്ടന്റ് എന്താണ്? എയിലെയും ദെൻ അനദർ കണ്ടന്റ് ബി അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റർ വെച്ചാണ് നടത്തുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതി, കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഓക്കെ, ഇനി ബാക്കി നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തുക. ഇതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ക്യാരി ഫ്ലാഗ് റീസെറ്റ് ചെയ്യും, ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. പിന്നെ റിസൾട്ട് മീൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ് ആൻഡ് പാരിറ്റി. ഇനി എം എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ലുക്കിംഗ് ടു ദ മെമ്മറി ലൊക്കേഷൻ HL പെയർ. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ കിട്ടുന്നത് HL പെയർ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യം നോക്കാം. ഇനി ഇതിൽ നിന്നൊരു ചെറിയ മാറ്റം ഉള്ളത് ഇത്രയേ ഉള്ളൂ. This is called ANI. Okay, the I represent your one data will be given immediately with this instruction and one data is always in accumulator. So again it is same as logical and with immediate data. Okay, that means ഇത്രയേ ഉള്ളൂ. ഒരു ഡാറ്റ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ കൊടുക്കുന്നു. പ്രീവിയസ് കേസിൽ എന്താണ്? രണ്ട് ഡാറ്റയും നിങ്ങൾ മീൻസ് എന്താണ് രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വൺ ഇൻ അക്യുമുലേറ്റർ നിർബന്ധമാണ്, അതർ ഇൻ എനി രജിസ്റ്റർ ഓർ മെമ്മറി. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഡാറ്റ അക്യുമുലേറ്ററിലാണ്, ബട്ട് സെക്കൻഡ് ഡാറ്റ വിൽ ബി ഗിവിങ് ഡയറക്ട്ലി ത്രൂ ദി ഇൻസ്ട്രക്ഷൻ. ഇവിടെയും ചെയ്യുന്ന എന്താണ്? ലോജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കൂടുതൽ പറയാനൊന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ തന്നെ. റിസൾട്ട് എന്താണ്? അക്യുമുലേറ്ററിലാണ് വരുന്നത് കേട്ടോ. എല്ലാ കേസിലും അക്യുമുലേറ്ററിലാണ്, പ്രീവിയസ് കേസിലെല്ലാം അക്യുമുലേറ്ററിലാണ് റിസൾട്ട് വരുന്നത്. ഇനി റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സൈൻ ഫ്ലാഗ്, ഓക്കെ, സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, പാരിറ്റി ബിറ്റ് വെച്ചാണ് റിസൾട്ട് എന്തായിരുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ സൈൻ നോക്കുന്നത് മൈനസ് ആണോ പ്ലസ് ആണോ, സീറോ നോക്കുന്നത് വെദർ ദ കണ്ടന്റ് ഈ സീറോ ആണ്, വെദർ ദ നമ്പർ ഓഫ് ഓഡ് ആണ്, ഈവൻ ആണ്, പാരിറ്റി ആണ്, അതാണ് നോക്കുന്നത്. ഓക്കെ, ഇത് വെച്ചാണ് റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. ദെൻ ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യും? നേരത്തെ കേസിൽ റീസെറ്റ് ആയിരുന്നു, സെയിം തന്നെ. ഓക്കെ, റീസെറ്റ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ്. അപ്പോൾ നോക്കുക, ഇവിടെ വരുന്നുണ്ട് ANI ഇമ്മീഡിയറ്റ്. അപ്പോൾ ഒരു ഡാറ്റ ഏതാണോ ഒരെണ്ണം എവിടെ ഉണ്ട്? അക്യുമുലേറ്ററിലുണ്ട്. ഓക്കെ, ഒരെണ്ണം അക്യുമുലേറ്ററിലുണ്ട്, ഒരു ഡാറ്റ അക്യുമുലേറ്ററുണ്ട്. ദാറ്റ് ഈസ് ലോജിക്കലി ആൻഡ് വിത്ത് ദിസ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇത് 86 അക്യുമുലേറ്റർ കണ്ടന്റ് ആൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോജിക്കൽ ഓർ ലോജിക്കൽ എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓർ XRA. ഇനി ഇവിടെ നോക്കിയേ, രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വൺ ഡാറ്റ ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. ഒരു ഡാറ്റ അക്യുമുലേറ്ററിലുണ്ട് നിർബന്ധമായിട്ടും. ദ സെക്കൻഡ് എവിടെയാണ്? രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറിയിലാണ് സെക്കൻഡ് ഡാറ്റ. ഇതെന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂസീവ്ലി ഓർ ചെയ്യുന്നു. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റലിലെ സെയിം എക്സ്ക്ലൂസീവ് അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ, മാറ്റമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഇവിടെ അതും മതി. ഓക്കെ, പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മൾ യൂസിങ് മെമ്മറി ആണെങ്കിൽ M ആണെങ്കിൽ ഇറ്റ് വിൽ ചെക്ക് ടു അഡ്രസ്സ് കിട്ടാൻ വേണ്ടി HL നോക്കും, രജിസ്റ്റർ ആണെങ്കിൽ ഓക്കെ ആകും. ഇനി നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ റിസൾട്ട് എവിടെ വരും? ഈ ഏത് ഓപ്പറേഷൻ എടുത്താലും റിസൾട്ട് എവിടെ വരും? റിസൾട്ട് അക്യുമുലേറ്ററിൽ വരും. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ, റിസൾട്ട് അക്യുമുലേറ്റർ ആണ്. ഇനി റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് യുവർ സൈൻ, സീറോ ആൻഡ് പാരിറ്റി ഫ്ലാഗിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദെൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓർക്കുക, നേരത്തെ കേസുമായിട്ട് നോക്കുക. CY ഈസ് റീസെറ്റ്, ക്യാരി ഫ്ലാഗ് റീസെറ്റ് ആണ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ആണ്. ഈ കേസിൽ ക്യാരി ഫ്ലാഗും ഓക്സിലറി ക്യാരി ഫ്ലാഗും എന്താണ്? റീസെറ്റ് ആണ്. ഓക്കെ, രണ്ടും 0 ആകും. സോ ദിസ് മീൻസ് ഒരു എക്സാമ്പിൾ പറയാം. XRA B എന്ന് പറഞ്ഞാൽ that is exclusive or with B register. Exclusive or with ഏതാണ്? Exclusive or with B register. B register എന്ന് വെച്ചാൽ ഇത്രയും ഓർക്കുക, ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് തെറ്റിക്കില്ല. The content of A register is exclusive or with ഏതാണ്? Content of B register. ഇതിൻ്റെ
റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി XRA ആണെങ്കിൽ ദി കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ഇസ് എക്സ്ക്ലൂസീവ്ലി ഓർ വിത്ത് ദ മെമ്മറി അഡ്രസ്. മെമ്മ കാണുമ്പോൾ എവിടെ പോകും? ദിസ് വിൽ ലുക്ക് ഇൻ ടു HL pair. ഓക്കെ. റിസൾട്ട് എവിടെ വരും? അക്യുമുലേറ്ററിൽ വരും. ഓക്കെ. അപ്പം ഇതാണ് ജസ്റ്റ് ഈ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മാത്രം ഈ കേസുകളിൽ പഠിച്ചിരിക്കുക ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർത്ത് നോക്കുക, XRI. ഇതും എന്താണ്? എക്സ്ക്ലൂസീവ് ഓർ ആണ്. പക്ഷേ പ്രീവിയസ് കേസിൽ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ഡാറ്റ ഈസ് ഇൻ രജിസ്റ്റർ ഓർ മെമ്മറി ആണ്. ബട്ട് ഇൻ ദിസ് കേസ് ദ സെക്കൻഡ് ഡാറ്റ ഈസ് ഗിവൺ വിത്ത് ദിസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. സെക്കൻഡ് ഡാറ്റ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പം നോക്കാം, ഫസ്റ്റ് ഡാറ്റ എവിടെ വന്നു? നേരത്തെ പറഞ്ഞ നമുക്ക് അക്യുമുലേറ്ററിൽ വന്നു. സെക്കൻഡ് ഡാറ്റ എന്ന് പറയുന്നത് 86 ആണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഡാറ്റ എന്ന് പറയുന്നത് 86 ആണ്. ഫസ്റ്റ് ഡാറ്റ എവിടെ ഉണ്ട്? അക്യുമുലേറ്റർ. ഇതെന്ത് ചെയ്യും? എക്സ്ക്ലൂസീവ് ഓർ ചെയ്യും. ഓക്കെ. എക്സ്ക്ലൂസീവ് ഓർ ചെയ്യും. അപ്പം ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് എക്സ്ക്ലൂസീവ് ഓർ വിത്ത് ഇമ്മീഡിയറ്റ് ഡാറ്റ. ഓക്കെ. ഇനി ഇവിടെ ഡാറ്റ ഡയറക്റ്റ് കൊടുക്കുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇനി നോക്കുക, നേരത്തെ പറഞ്ഞ കേസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. സൈൻ ഫ്ലാഗും അതുപോലെ സൈൻ ഫ്ലാഗും സീറോ ഫ്ലാഗും പാരിറ്റി ഫ്ലാഗും ബേസ് ചെയ്താണ് എന്ത് റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദെൻ ക്യാരി ഫ്ലാഗ് ആൻഡ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. ഓക്കെ. ഇനി ഒരു കാര്യം ഓർക്കുക, എല്ലാ കേസും 8-bit ഡാറ്റയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓർ, ലോജിക്കൽ ഓർ. ഓക്കെ. ലോജിക്കൽ ഓർ ആണ്. ഇതിൻ്റെ കേസ് ഓർത്ത് നോക്കാം. ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ ഈസ് ലോജിക്കലി ഓർ. ഓക്കെ. ലോജിക്കലി ഓർ വിത്ത് ബി രജിസ്റ്റർ. ഇവിടെ ബി പറഞ്ഞത് കൊണ്ടാണ് ബി രജിസ്റ്റർ. അല്ലെങ്കിൽ ഏത് രജിസ്റ്റർ ആണ് യു ആർ സ്പെസിഫൈങ്, ദാറ്റ് രജിസ്റ്റർ വിൽ ബി കമ്മിങ് ഹിയർ. ദാറ്റ് മീൻസ് കണ്ടന്റ് ഓഫ് എ ഈസ് ഓർ വിത്ത് കണ്ടന്റ് ഓഫ് ബി. കണ്ടന്റ് ഓഫ് എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിലെ കണ്ടന്റ് ഏത് സ്പെസിഫൈ ആയിട്ടുള്ള രജിസ്റ്റർ ആണോ അതുമായിട്ട് ഓർ ചെയ്യും. ഓക്കെ. ഇനി ORAM ആണെങ്കിൽ ദറ്റ് ഈസ് ലോജിക്കലി ഓർ വിത്ത് എന്താണ്? മെമ്മറിയാണ്. മെമ്മറി ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? കണ്ടന്റ് ഓഫ് അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യും? ലോജിക്കൽ ഓർ ചെയ്യും. ഏതാണ്? മെമ്മറിയിലെ കണ്ടന്റ്. മെമ്മറി വരുമ്പോൾ എവിടെ പോകും? HL പെയറിലായിരിക്കും അഡ്രസ്സ് പറയുന്നത്. അതിനകത്തെ കണ്ടന്റുമായി HL പെയറിൽ പറയുന്ന അഡ്രസ്സിലെ കണ്ടന്റുമായിട്ട് അക്യുമുലേറ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യും? ലോജിക്കൽ ഓർ ചെയ്യും. ഓക്കെ. അതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി റിസൾട്ട് നമ്മൾ എല്ലാ കേസിലും റിസൾട്ട് വിൽ ബി ഇൻ അക്യുമുലേറ്റർ ആയിരിക്കും. എല്ലാ കേസിലും റിസൾട്ട് അക്യുമുലേറ്റർ ആയിരിക്കും. ഞാൻ അതൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദാറ്റ് മീൻസ് എവറി കേസ് അക്യുമുലേറ്ററിലായിരിക്കും റിസൾട്ട്. ഇനി നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്? റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈൻ, സീറോ ആൻഡ് പാരിറ്റി ഫ്ലാഗ്. ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗിനെ വെച്ചാണ് നിങ്ങളുടെ റിസൾട്ട്, ദാറ്റ് മീൻസ് അക്യുമുലേറ്ററിലെ റിസൾട്ട് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഒരു കാര്യം ഓർത്ത് നോക്കുക, നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ, ദറ്റ് ഈസ് എന്താണ്? ക്യാരി ഫ്ലാഗും അതുപോലെ ഓക്സിലറി ക്യാരി ഫ്ലാഗും എന്താണ്? റീസെറ്റ്. ഇപ്പം നമുക്ക് നോക്കിയാൽ ഈ ലോജിക്കൽ ഓപ്പറേഷൻ നമ്മൾ കൂടുതലും നോക്കുമ്പം നമുക്ക് എല്ലാ റിസൾട്ട് നടക്കുമ്പോഴും നമുക്ക് ഏതോ ഒരു ഫ്ലാഗുകൾ ഡിപ്പെൻഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ എന്താണ്? ഫ്ലാഗ് രജിസ്റ്ററിലെ ഫ്ലാഗുകളുമായിട്ട് ഡിപ്പെൻഡൻ്റ്. അപ്പോൾ ഈ കേസ് നിങ്ങൾ ഓർക്കുക, ഏത് ഫ്ലാഗുകളുമായിട്ടാണ് ഡിപ്പെൻഡൻ്റ് എന്ന് ഓർക്കുക. സൈനും സീറോയും പാരിറ്റിയും ഓൾവേസ് എന്താണ്? റിസൾട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി സൈൻ നെഗറ്റീവ് സൈൻ ആകാം ഓർ പോസിറ്റീവ് സൈൻ ആകാം. ദർ മേ ബി റിസൾട്ട് മേ ബി സീറോ ആകാം ഓർ മേ ബി നോൺ സീറോ ആകാം. അപ്പോൾ ആ ഫ്ലാഗിന് കറസ്പോണ്ടിങ്ങിൽ ആ വാല്യൂ വന്നോളും എന്ന് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ മൈനസ് ആണെങ്കിൽ സൈൻ ഫ്ലാഗിന് ഒരു മൈനസിന് റിസൾട്ട് വരും. ഇനി സൈൻ ഫ്ലാഗ് മൈനസ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ അതിന് ആ ഒരു റിസൾട്ട് ആയിരിക്കും അവിടെ വരുന്നത്. ഇനി സീറോ റിസൾട്ട് ഇപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ സീറോ ആണെങ്കിൽ സീറോ ഫ്ലാഗ് എനേബിൾ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യും? സീറോ ആയിട്ട് വരും. പാരിറ്റി ബേസ് ആണെങ്കിൽ ദെൻ പാരിറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അവിടെ ഒരു റിഫ്ലക്ഷൻ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ എല്ലാ കേസിലും സീറോ ഫ്ലാഗും പാരിറ്റിയും സൈനും മൂന്നും റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 5-8 എടുത്തു. 5-8 എന്ന് പറയുമ്പോൾ നോക്കിയേ, 8 എന്ന് പറയുന്നത് മൈനസ്. അപ്പോൾ എൻ്റെ സൈൻ ഫ്ലാഗ് വന്നു. പക്ഷേ ഞാനിപ്പോൾ 8-5 എടുത്താലോ, സൈൻ ഫ്ലാഗ് പോസിറ്റീവ്. അപ്പോൾ അത് പോസിറ്റീവ് വന്നു. അത് ഡിപ്പെൻഡിങ് അപ്പോൾ ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്താണ് ഫ്ലാഗുകൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലാഗുകളിൽ റിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ലോജിക്കൽ ഓർ ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. ഇവിടെ നോക്കുക,
ഓക്കെ, ലോജിക്കൽ ഓർ വിത്ത് ഇമ്മീഡിയറ്റ് വിത്ത് അക്യുമുലേറ്റർ. നോക്കിയേ, ORI. അപ്പോൾ എവിടെ ഐ കണ്ടാലും ദാറ്റ് ഈസ് ഡാറ്റ എന്താണ്, അതിൻ്റെ കൂടെയാണ് 8-bit ഡാറ്റ കൊടുക്കുന്നത്. ഓക്കെ, എവിടെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ഐ കണ്ടാലും ദാറ്റ് മീൻസ് യുവർ ഡാറ്റ ഈസ് ഗിവിങ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇനി തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. ഇനി ഇവിടെ വരുമ്പോൾ നോക്കുക, സെയിം ഓപ്പറേഷനാണ് ലോജിക്കൽ ഓപ്പറേഷൻ നടത്തുന്നത്. ദെൻ നോക്കുക, ORI 86H എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ എപ്പോഴും വേണം, നിർബന്ധമാണ്. ദ കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ഈസ് ഓർഡ് വിത്ത് ആരാണ്, 86 ഡാറ്റ. ഇപ്പോൾ 86 എന്ന് പറയുന്നത് ഇവിടെ ഡാറ്റയാണ്. ഓക്കെ, ഇനി റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ 05 ആണെങ്കിൽ 05 കണ്ടന്റ് ഓഫ് 05 ഈസ് ലോജിക്കലി ഓർ വിത്ത് 86. ദെൻ ആ കിട്ടുന്ന റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ബേസ്ഡ് ഓൺ ദാറ്റ് റിസൾട്ട് മേ ബി സൈൻ ഫ്ലാഗ് അല്ലെ 0 ഫ്ലാഗ് അല്ലെ പാരിറ്റി ഫ്ലാഗ് മോഡിഫൈ ആവാം. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി റിസൾട്ട് എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിസൾട്ട് ഈ ഫ്ലാഗുകൾ ഏത് വേണമെങ്കിലും മോഡിഫൈ ആവാം. സൈൻ വേണമെങ്കിൽ മോഡിഫൈ ആവാം, 0 വേണമെങ്കിൽ മോഡിഫൈ ആവാം, അല്ലെങ്കിൽ പാരിറ്റി വേണമെങ്കിൽ മോഡിഫൈ ആവാം. ഇനി ഓക്സിലറി ക്യാരിയും അതുപോലെ ക്യാരി ഫ്ലാഗും എന്താവും, റീസെറ്റ് ആവും, സെയിം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ORI എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡാറ്റ ഈസ് ഗിവിങ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവ്സ് യു ലോജിക്കൽ ഓർ ഇമ്മീഡിയറ്റ് വിത്ത് അക്യുമുലേറ്റർ. അപ്പോൾ ഒരു ഡാറ്റ അക്യുമുലേറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമ്മീഡിയറ്റ് ഡാറ്റ ഓർ ചെയ്യുന്നു. അത്ര ഓർത്ത് വെക്കുക. ഓക്കെ, റിസൾട്ട് അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യുന്നു. ദെൻ സൈൻ ഫ്ലാഗ് 0 ഫ്ലാഗ് പാരിറ്റി ഫ്ലാഗ് എന്ത് ചെയ്യും, റിസൾട്ടിനെ ബേസ് ചെയ്ത് റിഫ്ലക്റ്റ് ആവും. ക്യാരി ഫ്ലാഗും ഓക്സിലറി ക്യാരി ഫ്ലാഗും എന്താവും, റീസെറ്റ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് പറയാനുള്ളത് ഇത് ഓർത്ത് നോക്കുക, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചോളൂ. RLC. ഓക്കെ, ഇത് പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്. ഇനി ഇത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ അക്യുമുലേറ്ററിൽ എന്ന് പറയുന്നത് 8-bit ആണ്. ഓക്കെ, ഞാനൊന്ന് വരയ്ക്കുകയാണ്, അവിടെ വെച്ചാൽ ശരിയാവില്ല. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ഹിയർ. ഓക്കെ, ഇതാണ് എൻ്റെ അക്യുമുലേറ്റർ. എത്ര ബിറ്റ് ഉണ്ട്, 8-bit. 1 2 3 4 5 6 8. ഓക്കെ, ഇതാണ് D0 D1 D2 D3 D4 D5 D6 D7. ഓക്കെ, അപ്പം നോക്കി, അക്യുമുലേറ്റർ എടുത്തപ്പോൾ അക്യുമുലേറ്ററിന് എന്ത് കിട്ടി, നമ്മുടെ 8-bit ഡാറ്റ എഴുതാനുള്ള ഒരു പൊസിഷൻ കിട്ടി. 8-bit എഴുതാനുള്ള ഒരു അക്യുമുലേറ്ററിൻ്റെ പൊസിഷൻ കിട്ടി. ഇനി ഓർക്കുക, ഇത് ചെയ്യുന്ന RLC എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്ന് വെച്ചാൽ അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ. കണ്ടോ, അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ ലെഫ്റ്റിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയും അപ്പം ലെഫ്റ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകണമെന്ന് നോക്കിയേ, നമുക്ക് എങ്ങോട്ടാണ് റൊട്ടേഷൻ പോകേണ്ടത്, ഓർക്കുക ഞാനിവിടെ എഴുതുകയാണ്. ഇറ്റ് ഈസ് RLC ആണെങ്കിൽ അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ എന്ത് ചെയ്യുക, ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നോക്കുക, D6-ലുള്ളത് D7-ൽ വരണം, D5-ലുള്ളത് D6-ൽ പോകണം, D4-ലുള്ളത് D5-ൽ പോകണം, D3-ലുള്ളത് D4-ൽ വരണം, D2-ലുള്ള കണ്ടന്റ് D3-ൽ വരണം, D1-ലുള്ള കണ്ടന്റ് D2-ൽ വരണം, D0-ലുള്ള കണ്ടന്റ് എവിടെ വരണം, D1. നോക്കിയേ, അപ്പോൾ ഓരോ പൊസിഷൻ വീതം പുറയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയേ, D6 D7-ൽ വന്നു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഓരോ പൊസിഷൻ D0-ലുള്ള D1 വന്നു. അപ്പോൾ D0-ൽ 1 ആണെങ്കിൽ അതെവിടെ വന്നു, D1-ൽ വന്നു. D1-ൽ 1 ആണെങ്കിൽ അത് D2-ൽ വന്നു. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മേളിലൊന്ന് എഴുതി കാണിക്കാം, ഒന്ന് നോക്കാം. ഇപ്പോൾ 0 1 0 1 0 1 0 1 ആണെന്ന്. അപ്പോൾ ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഈ 0 എവിടെ വന്നു, ഇവിടെ വന്നു. ഇപ്പോൾ ഈ 1 എങ്ങോട്ട് പോയി, ഈ 1 ലെഫ്റ്റിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ വിചാരിക്കുക, ലെഫ്റ്റിലേക്ക് പോയി. ഇനി 0 എവിടെ വന്നു, ഇവിടെ വന്നു. 1 എവിടെ വന്നു, ഇവിടെ വന്നു. 0 നെക്സ്റ്റ് ലെഫ്റ്റിലേക്ക് വന്നു, 1 ലെഫ്റ്റിലേക്ക് വന്നു, 0 ലെഫ്റ്റിലേക്ക് വന്നു, 1 ലെഫ്റ്റിലേക്ക് വന്നു, 0 ലെഫ്റ്റിലേക്ക്. ദെൻ വാട്ട് ഹാപ്പൻ, ദിസ് 0 D0 ഈസ് നള്ളാണ്.
സോ D7 ഒരു ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് നടന്ന എവിടെ വരണം? ഇറ്റ് കംസ് ടു D0. സോ അപ്പം ഇത്രയേ ഉള്ളൂ. അക്യുമുലേറ്റർ കണ്ടന്റിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, 1 ബിറ്റ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ആൻ ഇൻസ്ട്രക്ഷൻ RLC. വെൻ വി ആർ യൂസിങ് ആൻ ഇൻസ്ട്രക്ഷൻ RLC, ഇറ്റ് ഗിവ്സ് യു ദ റിസൾട്ട് accumulator content is shifted one position അല്ല 1 bit left. ഓക്കെ, ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം ഓർക്കുക, ഇൻ ദിസ് കേസ് ഇഫ് യു ആർ യൂസിങ് RLC, ഈ കേസിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ക്യാരി ഫ്ലാഗ് ഒന്നും റൊട്ടേറ്റ് ആവില്ല. ഇറ്റ് വിൽ നോട്ട് റിഫ്ലക്ട് ഇൻ ക്യാരി ഫ്ലാഗ് അല്ലെങ്കിൽ സൈൻ. ഓക്കെ, ക്യാരി ഫ്ലാഗ് ഒന്നും ഇവിടെ റൊട്ടേറ്റ് ചെയ്യില്ല. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കുക, ക്യാരി ഫ്ലാഗ് റൊട്ടേറ്റ് ചെയ്യില്ല. ഇനി ക്യാരി ഫ്ലാഗിൻ്റെ സമയത്ത് നമ്മൾ അതർ ഫ്ലാഗിലുള്ള ഇതുകൊണ്ട് അതൊന്നും ഈ കേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഈ കേസിൽ ഇത്രയുള്ള അക്യുമുലേറ്ററിൽ 8 ബിറ്റ് എടുക്കുക, ആ 8 ബിറ്റിനെ 1 പൊസിഷൻ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഐഡിയ കിട്ടി. ഇനി ദ സെക്കൻഡ് വൺ, നെക്സ്റ്റ് വൺ ഈസ് RRC, റൊട്ടേറ്റ് റൈറ്റ്. ഓക്കെ, അക്യുമുലേറ്റർ റൊട്ടേറ്റ് റൈറ്റ്. റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ലെഫ്റ്റിലോട്ടാണ് എടുത്ത്, ഈ കേസിൽ എന്ത് ചെയ്യണം? D0 പൊസിഷൻ ഫോർവേഡ് എടുക്കണം, റൈറ്റിലേക്ക് ഒരു പൊസിഷൻ. ദെൻ D1 D0 പോകണം, D2 D1 പോകണം, D3 D2 പോകണം, D4 to D3, D5 to D4, D6 to D5, D7 to D6. നോക്കിയേ, D7 കംസ് നൾ. അപ്പോൾ എന്ത് ചെയ്യണം? D0 പൊസിഷനിലുള്ളത് എവിടെ പോകണം? ഇറ്റ് കംസ് ടു D7. സോ എന്താണ്? 1 ബിറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആര് യൂസ് ചെയ്യുന്നത്? RRC, റൊട്ടേറ്റ് അക്യുമുലേറ്റർ കണ്ടന്റ് റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക 1 ബിറ്റ്. ഇനി ഒരു കാര്യം ഓർക്കുക, ഈ രണ്ട് കേസിലും ഇറ്റ് വിൽ നോട്ട് ബി അഫക്റ്റഡ് എനി ക്യാരി. ഓക്കെ, ക്യാരി ഫ്ലാഗിനെ ഒരു കാരണവശാലും ഇറ്റ് അഫക്റ്റ് ചെയ്യില്ല. ക്യാരി ഫ്ലാഗിനെ അഫക്റ്റ് ചെയ്യില്ല, അതർ ഫ്ലാഗിനെ ഇത് അഫക്റ്റഡ് ആവില്ല. ക്യാരി ഫ്ലാഗ് ഒരു കാരണവശാലും റൊട്ടേറ്റ് ആവില്ല, അതുപോലെ അതർ ബിറ്റ്സ് വിൽ നോട്ട് ബി റിഫ്ലക്റ്റഡ്. ഓക്കെ, so the next instruction is that is for rotate accumulator left with carry. Okay, next instruction ഓർത്ത് നോക്കുക, rotate accumulator content with carry. Okay, ഈ കേസിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം, രണ്ട് കേസും പറയാം. One second, I'm taking my pen. Okay, I need a pen to draw, that's why. Okay, first case ഓർക്കാം. In this case, rotate accumulator left with carry. Okay, ഞാൻ നേരത്തെ ചെയ്ത കണക്ക് തന്നെ I am drawing my accumulator. Okay, accumulator, it will be D7, so D7 and this will be D0. Okay, then what is happening here? Rotate left, നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ D7 ഒരു ബിറ്റ് പോയി, then D0 D1 വന്നു, D1 D2 D3 D4 D5 D6 D7 D8. ഓക്കെ, ലൈക്ക് ദാറ്റ് എന്ത് ചെയ്യും? D7 വരെ ബിറ്റുകൾ വന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 1 ബിറ്റ് ലെഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്ന അക്യുമുലേറ്റർ കണ്ടന്റ്, 1 ബിറ്റ് ലെഫ്റ്റിലേക്ക് വരും. ഇവിടെ ഓർക്കുക എന്ത് സംഭവിക്കും? ഇവിടെ ക്യാരി എന്ന് പറയുന്ന നമ്മുടെ CY എന്ന് പറയുന്ന ഫ്ലാഗ് രജിസ്റ്റർ ഇല്ലേ, ആ ഫ്ലാഗ് രജിസ്റ്ററിലെ ക്യാരി ബിറ്റും കൂടി ഇവിടെ എടുക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അക്യുമുലേറ്ററിലെ 8 ബിറ്റ് എന്ന് വെച്ചാൽ D0 to D7 പ്ലസ് എന്ത് ചെയ്യും? നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിലെ ക്യാരി ഫ്ലാഗ് കൊണ്ടെടുക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓർത്ത് നോക്കുക, 1 ബിറ്റ് ലെഫ്റ്റിലേക്കാണ് പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് പോകുന്നത് നോക്കുക, ഞാൻ പറഞ്ഞു D0 D1 വന്നു, D1 D2 D2 D3 D3 D4 D4 D5 D6 D7. ഓക്കെ, 7 വന്നു. ഇനി 7-ലുള്ളത് ഇഫ് ഇറ്റ് ഈസ് 0 ആണെങ്കിൽ ഇപ്പം ക്യാരി 1 വന്നു വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എളുപ്പമുണ്ട് പറയാം. അപ്പോൾ D7 ദിസ് 0 വിൽ ബി എന്ത് ചെയ്യും? ഷിഫ്റ്റഡ് ടു ക്യാരി ആൻഡ് ക്യാരി ഫ്ലാഗിലെ what will happen? And carry flag will be എന്ത്? carry flag ലെ 1 എന്ത് ചെയ്യും? It will be shifted to D0. അപ്പോൾ നോക്കുക,
നേരത്തെ കേസിൽ D7ലെ കണ്ടന്റ് ഓഫ് D7 ആയിരുന്നു D0യിലേക്ക് വന്നത്. ഇൻ ദിസ് കേസ് എന്ത് ചെയ്തു? ക്യാരി ഫ്ലാഗിലെ കണ്ടന്റ് ആണ് D0. അപ്പോൾ ക്യാരിയും കൂടെ എന്ത് ചെയ്യും? നമ്മുടെ അക്യുമുലേറ്റർ കണ്ടന്റിന്റെ കൂടെ കൂട്ടും. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്യും? 9 ബിറ്റ് വരും. അപ്പോൾ 9 ബിറ്റിലെ ക്യാരി ആണ് എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് D0യിൽ വരുന്നത്. D7ലെ കണ്ടന്റ് എന്താണോ ദാറ്റ് കണ്ടന്റ് എന്ത് ചെയ്യും? ക്യാരി ഫ്ലാഗിലേക്ക് പോകും. പ്രീവിയസ് കേസിൽ നമുക്ക് ക്യാരി റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാരി 1 ആണെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേബിൾ ചെയ്യും. D7ലെ 0 ആയിരുന്നു D0യിലേക്ക് വരുന്നത്. പക്ഷേ ഇത് കേസ് നോക്കിയേ, D7ൽ 0 വിൽ ബി ഗോയിങ് ടു ക്യാരി ഫ്ലാഗ് 0 ആൻഡ് ദിസ് 1 വിൽ ബി മൂവിങ് ടു ഈ 1 ക്യാരി ഫ്ലാഗിൽ ഈ 1 അവിടെ വരും? D0യിൽ വരും. ഓക്കെ, അപ്പോൾ ക്യാരിയും കൂടെ റിഫ്ലക്റ്റ് ആണ്. അപ്പോൾ റൊട്ടേറ്റ് അക്യുമുലേറ്റർ കണ്ടന്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കുക, ഇവിടെ വരുമ്പോഴും നേരത്തെ കേസിൽ എന്ത് ചെയ്യും? D0യിലെ കണ്ടന്റ് ഓർത്ത് നോക്കുക, D0 റൈറ്റ് ആണ്. അപ്പോൾ D0യിലെ കണ്ടന്റ് എവിടെ വരും? ക്യാരി വരും. അപ്പോൾ ക്യാരിയിൽ 1 ആണ്, ദാറ്റ് 1 ഗോസ് ടു D7. D7ലെ 0 D6, then D6 to D5, D5 to D4, D4 to D3, D3 to D2, D2 D1, then D1 to D0. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ക്യാരിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് ക്യാരിയും കൂടെ മീൻസ് നമ്മുടെ ഓപ്പറേഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് the instruction rotate accumulator right with carry and rotate accumulator left with carry. Okay, carry കൂടെ include. അപ്പോൾ other ഓർക്കുക, other flag ഒന്നും റിഫ്ലക്റ്റ് ആകും. It will not be reflected to or affected to other flag registers, that is sign, 0, parity, auxiliary. Okay, then next one എന്ന് പറയുന്നത് complement. നമുക്കറിയാം for taking complement we are using the instruction CMA. അപ്പോൾ CMA എടുക്കുന്ന ഇത്രയേ ഉള്ളൂ, അക്യുമുലേറ്റർ കണ്ടന്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ അക്യുമുലേറ്റർ കണ്ടന്റ് ഞാൻ ഒന്ന് എഴുതുകയാണ്, നമ്മളെല്ലാം ബിറ്റ് വൈസിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ അക്യുമുലേറ്റർ. ഇറ്റ് ഈസ് 1 ഓക്കെ 100 ആണ്. എനിക്ക് ഇതിൻ്റെ കോംപ്ലിമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ത് ചെയ്യും? ഞാൻ CMA എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, CMA കോംപ്ലിമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കംസ് ടു 0 1 1 1 1 1 1 1. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണോ അക്യുമുലേറ്റർ കണ്ടന്റ് ആ അക്യുമുലേറ്റർ കണ്ടന്റിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് ദിസ് ഇൻസ്ട്രക്ഷൻ. ഇതൊരിക്കലും ഫ്ലാഗ് രജിസ്റ്ററുകളെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഫോർ ഗെറ്റിംഗ് ദ കോംപ്ലിമെന്റ് ഓഫ് ആൻ അക്യുമുലേറ്റർ വി ആർ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ CMA. ഓക്കെ, അപ്പോൾ CMA നോക്കി എങ്ങനെയാണ് കിട്ടുന്നത്? ദ അക്യുമുലേറ്റർ, ദിസ് ഈസ് ദ ഫസ്റ്റ് അക്യുമുലേറ്റർ കണ്ടന്റ് എങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇറ്റ് കംസ് ടു ദിസ് വൺ. ഓക്കെ, ദിസ് വിൽ ബി സ്റ്റോർഡ് ടു അക്യുമുലേറ്റർ ആഫ്റ്റർ ദാറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം CMA എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ കോംപ്ലിമെന്റ് എടുത്ത് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ CMC. CMC എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കോംപ്ലിമെന്റ് ക്യാരി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാരി ഫ്ലാഗ് നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് CY എന്ന് പറഞ്ഞ് ക്യാരി ഫ്ലാഗ് പഠിച്ചു. ഈ ക്യാരി ഫ്ലാഗിനെ എന്ത് ചെയ്യുക? അതിൻ്റെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് 1 ആണെങ്കിൽ അത് 0 ആക്കാം, ഇഫ് ക്യാരി ഫ്ലാഗ് ഈസ് 0 ആണെങ്കിൽ അത് 1 ആക്കാം. അപ്പം അതാണ് കോംപ്ലിമെന്റ്. അപ്പം ഇതിൻ്റെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, ക്യാരി ഫ്ലാഗിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇറ്റ് ഈസ് CMC. ഇനി നെക്സ്റ്റ് വൺ ആണ് STC, സെറ്റ് ക്യാരി. നമുക്ക് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ആൻ എക്സ്റ്റേണൽ ഇൻസ്ട്രക്ഷൻ കോൾഡ്, എക്സ്റ്റേണൽ ഇൻസ്ട്രക്ഷൻ അല്ല, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് STC. അപ്പോൾ STC മീൻസ് എന്താണ്? നമുക്ക് ക്യാരി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് STC എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ താങ്ക് യു.